എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ചു തരുന്നതായിരിക്കും. കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ജൂലൈ 16 വെള്ളിയാഴ്ച മകം കർക്കിടക 1-ാം തീയതി മകം നക്ഷത്രമാണ്. അന്ന് ഈ മകം നക്ഷത്രക്കാർ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ദേവിക്ക് ഇഷ്ടമുള്ള ശർക്കരയും അതേപോലെ തന്നെ ഉടയാടയും സമർപ്പിക്കുകയാണെങ്കിൽ താമരമാലയും സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. അപ്പോൾ ചോറ്റാനിക്കര വരെ പോകണമെന്നില്ല. ചോറ്റാനിക്കര പോകുന്ന ഭക്തജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മകം നക്ഷത്രക്കാർക്ക് ഉയർച്ചയിലെത്താൻ പറ്റും. അതായത് ഒരു വർഷക്കാലം അടുത്ത കർക്കിടകം വരെ സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കിട്ടും. ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. മകം നക്ഷത്രക്കാർ അതായത് ജൂലൈ 16 വെള്ളിയാഴ്ച മകം, അതായത് കർക്കിടക 1-ാം തീയതിയും കൂടെയാണ്. ചോറ്റാനിക്കരയിൽ പോകാൻ പറ്റാത്ത ഭക്തജനങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയുടെ അടുത്ത് ഈ ഒരു കാര്യം ചെയ്താൽ മതി. അന്ന് മകം നക്ഷത്രവും കൂടെയാണ്. അതാണ് ഞാനൊരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു തന്നത്. അപ്പോൾ മകം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒരു തേങ്ങ എടുക്കുക. ഈ തേങ്ങ എടുത്തിട്ട് മകം നക്ഷത്രക്കാരുടെ ഇതുവരെയായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ണ് നോക്കി, അതായത് തേങ്ങയുടെ കണ്ണ് നോക്കി തൊഴുത് പ്രാർത്ഥിച്ച്, ചോറ്റാനിക്കര പോകുന്ന ഭക്തജനങ്ങളാണെങ്കിൽ പവിഴമല്ലിത്തറയിൽ പോയി 7 പ്രദക്ഷിണം വെച്ചിട്ട്, അതായത് പവിഴമല്ലിത്തറയിലാണ് 7 പ്രദക്ഷിണം വെച്ചിട്ട് ഈ തേങ്ങയാട്ട് ചോറ്റാനിക്കര അമ്മയുടെ മുമ്പിൽ പോയിട്ട് ആ ദേവിയുടെ നടയിൽ, അതായത് തേങ്ങയുടെ കണ്ണ് ദേവിയുടെ നേരെ വെക്കുക മകം നക്ഷത്രക്കാർ. അപ്പം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ കണ്ണ് നോക്കി പ്രാർത്ഥിച്ച് തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പവിഴമല്ലിത്തറയിൽ 7 പ്രദക്ഷിണം വെച്ച് അകത്ത് ചോറ്റാനിക്കര അമ്മയുടെ നടയെ കൊണ്ടുവെക്കാൻ. പിന്നെ മാല കാര്യങ്ങളൊക്കെ ദേവസ്വത്തിൽ തന്നെ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ കിട്ടും. സാമ്പത്തിക കാര്യങ്ങളുള്ളത് ദേവിക്ക് അവിടുന്ന് താമരമാല സമർപ്പിക്കാം. അതേപോലെ തന്നെ ഭാഗ്യസുക്ത മന്ത്ര അർച്ചന നടത്താൻ ശർക്കര നിറക്കി വെക്കാം. അതേപോലെ തന്നെ ദേവിക്ക് സാരി, അതായത് നമ്മൾ ഈ ചെറിയ പൂജാ കടകളുണ്ട്, അതേപോലെ തന്നെ തുണിക്കടയിൽ ചെന്നാൽ പറഞ്ഞാൽ മതി. അമ്പലങ്ങളിൽ ദേവിമാർ കുളിപ്പിക്കുന്ന പട്ടുസാരി ഇടാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള 5 മീറ്റർ, അധികം വിലയില്ലാതെ 100-400 രൂപയൊക്കെ കൊടുത്താൽ ആ നല്ലൊരു സാരി കിട്ടും. 5 മീറ്ററുള്ള അധികം നല്ല പ്രതിഷ്ഠയിലൊക്കെ കുളിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ വിലയടിച്ച് മേടിച്ച് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാം നമ്മുടെ വിശ്വാസവും ഭക്തിയാണ്. അപ്പോൾ ആ ഒരു സാരി വേണമെങ്കിൽ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം. അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് താമരമാല കിട്ടും. പുറത്തുനിന്നും മേടിച്ച മാലകളൊന്നും ദേവിക്ക് ചാർത്തത്തില്ല. നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ താമരമാല കിട്ടും. അത് മേടിച്ച് നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം. ഒപ്പം തന്നെ ശർക്കര നടക്കി വെക്കാം. അപ്പോൾ ഈ മകം നക്ഷത്രക്കാർ ചോറ്റാനിക്കരയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം ഒരു തേങ്ങ എടുക്കുക. മകം നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങൾ ഒന്നുകൂടെ പറയുക. ആ പ്രധാനമായിട്ടിരിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് 7 പ്രദക്ഷിണം വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു രക്തഹാരമാല, അതായത് നിങ്ങളുടെ സാമ്പത്തികം പോലെ താമരമാല കൊടുക്കാമെങ്കിൽ താമരമാലയോ നാരങ്ങമാലയോ കൊടുക്കാമെങ്കിൽ കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങയുടെ കണ്ണും അതേപോലെ തന്നെ ദേവിയുടെ നേരെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദേവിക്ക് മാലയോ അതേപോലെ തന്നെ ശർക്കരയോ ഭാഗ്യസുക്ത മന്ത്ര അർച്ചനയോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ മകം നക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക ലാഭം ഉണ്ടാകും, ജോലിയിൽ പുരോഗതികളുണ്ടാകും, ശത്രുദോഷങ്ങൾ ഉണ്ടാകത്തില്ല, തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല. ഏകദേശം അടുത്ത ഒരു വർഷക്കാലം എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും കാര്യങ്ങളും മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. വിശ്വാസപൂർവ്വം 1-ാം തീയതി മകം നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ചെയ്യുക. ചോറ്റാനിക്കര പോകുന്ന ഭക്തജനങ്ങൾ അന്നത്തെ ദിവസം ഇത് ചെയ്യുക. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോകുമ്പം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്നത്തെ ദിവസം അടുത്ത ദേവീക്ഷേത്രത്തെങ്കിലും ഈ ഒരു കാര്യം മകം നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട് ചെയ്യണം. ജീവിതത്തിൽ ഐശ്വര്യങ്ങളുണ്ടാകും. മകം നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായ സാമ്പത്തിക തടസ്സങ്ങൾ മാറി സാമ്പത്തിക ലാഭം ഉണ്ടാകും. മകം നക്ഷത്രക്കാരുടെ കൂടുതൽ പ്രശ്നങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതുവരെ മാറിയിട്ടില്ലെങ്കിൽ കബഡി വെച്ച് നോക്കി എന്തുകൊണ്ടാണ് സാമ്പത്തികത്തിന് വീണ്ടും തടസ്സം ഉണ്ടാകുന്നത്, ജോലി തടസ്സം ഉണ്ടാകുന്നത്, വിവാഹകാര്യം നടക്കുന്നില്ല, വിദേശത്ത് പോകാൻ നടക്കുന്നില്ല, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ച് തരുന്നതിനൊക്കെ ഈ നമ്പറിലൊന്ന് മകം നക്ഷത്രക്കാർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക.